ഫ്രണ്ട്സ്, പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഫേൺ വെറൈറ്റി ആയിട്ടാണ്. നമ്മുടെ ബേർഡ് നെസ്റ്റ് ഫേൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫേൺ വെറൈറ്റിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഫേൺ വെറൈറ്റിയാണ് ഈ ബേർഡ് നെസ്റ്റ് ഫേൺ. അത് മാത്രമല്ല ബിഗ് സൈസ് പ്ലാന്റ്സ് മീൻസ് ജയന്റ് സൈസ് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഇതെന്ന് പറയുന്നത് ഒരു ബേബി പ്ലാന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിന്റെ എത്രയോ മടങ്ങ് വലുപ്പത്തിൽ വളരാൻ കഴിവുള്ള ഒരു വെറൈറ്റിയാണ് ഈ പ്ലാന്റ് എന്ന് പറയുന്നത്. ഫേൺ വെറൈറ്റിയിൽ തന്നെ അത്യാവശ്യം സൈസ് വെക്കുന്ന ഒരു വെറൈറ്റി കൂടെയാണ്. ഇതിന്റെ ലീഫ് ആണെങ്കിലും അതേപോലെ തന്നെ ഇതിന്റെ സെന്റർ പാർട്ട് ആണെങ്കിലും ഇത് വളരുന്നതിനനുസരിച്ച് അതിന്റെ ഭംഗി ഇരട്ടി ആയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നോർമൽ പോട്ടിൽ സെറ്റ് ചെയ്ത് വളർത്താം, ഇല്ലെങ്കിൽ നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താം. ഇല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡോർ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ വേണമെങ്കിൽ നമുക്കൊരു നല്ലൊരു പ്ലാന്റ് ആയിട്ട് വളർത്താനായിട്ട് പറ്റിയൊരു വെറൈറ്റിയാണ് ഈ ഫേൺ വെറൈറ്റി എന്ന് പറയുന്നത്. ബേസിക്കലി ഇതൊരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ്. നമ്മളൊരു മരത്തിന്റെ ഷെയ്ഡിലൊക്കെയാണ് ഇത് വളർത്തുന്നതെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വളരും. അല്ലാതെ നമുക്ക് വീടിന്റെ സെമി ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിൽ, സെമി ഇൻഡോർ ആയിട്ടുള്ള ഏരിയയിൽ ഇത് വെച്ച് വളർത്താനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു സൈസിലാണ് നമുക്ക് പ്ലാന്റ്സ് ഒക്കെ വന്നിരിക്കുന്നത്. ഈ ഒരു സൈസിലാണ് പ്ലാന്റ്സ് വന്നിരിക്കുന്നത്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. നല്ല ഗ്രീൻ കളർ ലീവ്സ് ഒക്കെ കയറി വന്നിട്ടുള്ള അത്യാവശ്യം സൈസ് ഒക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പൊ ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 190 രൂപയാണ്. നല്ല പ്ലാന്റ് ആണ്. അത് മാത്രമല്ല ഇത് ഇതേപോലെ ബ്ലാക്ക് പോട്ടിൽ വരുന്നതുകൊണ്ട് നമ്മളെ പ്ലാന്റ് നിങ്ങൾക്ക് അയക്കുമ്പോൾ ഇതുപോലെ പോട്ടോട് കൂടി തന്നെയാണ് അയച്ചു തരുന്നത്. പിന്നെ ബേർഡ് നെസ്റ്റ് ഫേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേർഡ് നെസ്റ്റ് ഫേണിന്റെ പ്രൊപ്പഗേഷൻ വന്നിട്ട് വിത്തിലൂടെയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ സെന്റർ പാർട്ട് എന്ന് വെച്ചാൽ വലിയ പ്ലാന്റ്സ് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ സെന്റർ പാർട്ട് കട്ട് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ചില വലിയ പ്ലാന്റ്സിൽ ഇതിന്റെ ഇലയുടെ ബാക്ക് സൈഡിലായിട്ട് ഒരു ബ്രൗൺ കളർ വര പോലെ കാണും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അത് ലീവ്സ് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയതാണെന്ന് വിചാരിക്കും. പക്ഷെ അതല്ല, അതാണ് ആ പ്ലാന്റ്സിന്റെ സീഡ് എന്ന് പറയുന്നത്. അത് നമ്മളെ കാറ്റത്ത് ഇങ്ങനെ പറന്നു പോയിട്ട് ആണ് ഈ ബേർഡ് നെസ്റ്റ് ഫേണിന്റെ പ്രൊപ്പഗേഷൻ വരുന്നത്. ഇപ്പൊ വലിയ പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ വലിയ പ്ലാന്റ്സ് ഒക്കെ വീട്ടിലുള്ളവർ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ ചുറ്റുമായിട്ട് അല്ലെങ്കിൽ അതിന്റെ പരിസരത്ത് നമ്മൾ വേറെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പോട്ടിലും അതേപോലെ തന്നെ ചുവരിന്റെ സൈഡിലൊക്കെ ഇതിന്റെ ചെറിയ പ്ലാന്റ്സ് കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് നോക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇതിന്റെ ബാക്ക് സൈഡിലാണ് അതിന്റെ അതിന്റെ സീഡ് വരുന്നത്. അപ്പൊ നല്ലൊരു പ്ലാന്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്ലാന്റ് ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയ തരത്തിലുള്ള പ്ലാന്റ് ആണ്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്തോളൂ. റേറ്റ് വരുന്നത് 190 രൂപയാണ്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ. അതുപോലെ നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ കമന്റ് ചെയ്യുക. അതേപോലെ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.